ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മെഷർമെന്റ് ഓഫ് മാസ്. അപ്പൊ ഇത് സെപ്പറേറ്റ് ടോപ്പിക്കാണ് എന്ന് പറയാൻ പറ്റില്ല. വളരെ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, ചെറിയ രീതിയിലെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കാം. നോക്കൂ, മെഷർമെന്റ് ഓഫ് മാസ്. നിങ്ങൾക്കറിയാം പ്രൈമറി ആയ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്? മാസ്, ലെങ്ത് ആൻഡ് ടൈം. എന്നാൽ SI സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സിൽ ഉപയോഗിക്കാൻ എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അതിൽ മാസ്, ലെങ്ത് ആൻഡ് ടൈം ആണ് പ്രൈമറി ആയി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അതില് മെഷർമെന്റ് ഓഫ് മാസ്. എന്താണ് മാസ്? മാസ് നിങ്ങൾക്കറിയാം എന്താണ് മാസ് മാറ്ററിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് മാറ്റർ. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മാറ്റർ ആണ്. സംതിങ് വിച്ച് ഓക്യുപ്പൈസ് സ്പേസ്, സംതിങ് വിച്ച് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. ഓക്കെ, ദ്രവ്യം എന്ന് മലയാളത്തിൽ പറയും. നോക്കൂ, ഒരു വസ്തുവിന്റെ ബേസിക് പ്രോപ്പർട്ടികളിൽ ഒന്നാണ് മാസ് എന്ന് പറയുന്നത്. മാറ്റർ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ നോക്കൂ, ആ മാസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അത് എവിടെ ഇരിക്കുന്നു, ലൊക്കേഷൻ ഓഫ് ദി ഓബ്ജക്ട് ഇൻ സ്പേസ്, ഈ കാര്യങ്ങളെ ഒന്നും മാസ് ഡിപ്പെൻഡ് ചെയ്യില്ല. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്കറിയാം മാസിന്റെ SI യൂണിറ്റ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കിലോഗ്രാം ആണ്. കിലോഗ്രാം SI യൂണിറ്റ് ആണ് കിലോഗ്രാം. എന്നാൽ മറ്റ് യൂണിറ്റുകളും ഉണ്ട്, അത് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, എന്നാൽ വളരെ ചെറിയ കണികകൾ അല്ലെങ്കിൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, ആ റേഞ്ചിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കിലോഗ്രാം എന്നത് ഒരു ഇൻകൺവീനിയന്റ് യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ആറ്റത്തിന്റെ മാസ് ഒരിക്കലും കിലോഗ്രാമിൽ പറയാൻ പറ്റില്ല, അത് ഭയങ്കര വലിയ സംഖ്യയായി പോകും മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയുമ്പോൾ. ഓക്കെ, അപ്പോ പിന്നെ അതിന് പകരം, കിലോഗ്രാമിന് പകരം അല്ലെങ്കിൽ ആ SI യൂണിറ്റ് എപ്പോഴും മാസിന്റെ കിലോഗ്രാം തന്നെയാണ്. എന്നാൽ ആറ്റങ്ങളും മോളിക്യൂളുകളുമായി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കിലോഗ്രാം അല്ല, പിന്നെയോ മറ്റൊരു യൂണിറ്റ് ആണ്, യൂണിഫൈഡ് മാസ് യൂണിറ്റ്. ഓക്കെ, അത് മാസിന്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. എന്താണ്? ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് യൂണിഫൈഡ് മാസ് യൂണിറ്റ്. ഓക്കെ, യൂണിഫൈഡ് മാസ് യൂണിറ്റ്. ശരി, ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റ് എത്രയാ? ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റ്, അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റിന്റെ ഡെഫിനിഷൻ എത്രയാണ്? 1/12 ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 ഐസോടോപ്പ് ഇൻക്ലൂഡിംഗ് ദ മാസ് ഓഫ് ഇലക്ട്രോൺസ്. ഈ ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കാർബൺ 12 ഐസോടോപ്പിലെ, അതായത് ഈ കാർബൺ 12 ഐസോടോപ്പിലെ ഒരു ആറ്റത്തിന്റെ മാസ്, അതായത് ആ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസിന്റെ മാസ് മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ ഇവിടെ എന്താണ്? കാർബൺ ആറ്റത്തിന്റെ കാർബൺ 12, 16, 12, 66, 12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അറ്റോമിക് നമ്പരും ഇത് മാസ് നമ്പരുമാണ്. അപ്പോ ഈ കാർബൺ ആറ്റത്തിന്റെ മാസ്, ഓക്കെ, ആ ഇലക്ട്രോണുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന മാസ്, ഇലക്ട്രോണുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ 1/12 ആണ് എന്ത്? ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഈ കാർബൺ ആറ്റത്തിന്റെ മാസ് ഇലക്ട്രോണുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ 12 അതായത് 12 ഭാഗങ്ങളാക്കിയാൽ അതിൽ 1, ആ 1 ആ ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് ആണ് എന്തായി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? യൂണിഫൈഡ് മാസ് യൂണിറ്റ് ആയി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ യൂണിഫൈഡ് മാസ് യൂണിറ്റിന്റെ വാല്യൂ ഇൻ കിലോഗ്രാം എത്രയാ? 1.66 × 10⁻⁻27. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റിന്റെ വാല്യൂ ഇൻ കിലോഗ്രാം. ഓക്കെ, ഇത് പ്രോട്ടോണിന്റെ മാസ് ആണ്. ഓക്കെ, ശരി. അപ്പൊ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാസ് ഏകദേശം ഇതായിട്ട് വരും. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 9.1, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, × 10⁻31 കിലോഗ്രാം. ഇത് ഇലക്ട്രോണിന്റെ മാസ് ആണ്, ഇലക്ട്രോണിന്റെ മാസ്. ഓക്കെ, ഇതാണ് യൂണിഫൈഡ് മാസ് യൂണിറ്റ്. ഇനി നമുക്ക് ഓരോ രീതിയിലുള്ള മാസ് ഡിറ്റർമിനേഷൻ മെത്തേഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചുറ്റും കാണുന്ന കോമൺലി അവൈലബിൾ ആയ ഒബ്ജക്റ്റുകൾ, അവയെ മെഷർ ചെയ്യാൻ, അവയുടെ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു കോമൺ ബാലൻസ്. എന്നാൽ വളരെ വലിയ മാസുള്ള പ്ലാനറ്റുകളോ സ്റ്റാറുകളോ പോലെയുള്ളവയുടെ മാസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിനൊരു മെത്തേഡ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ മെത്തേഡ്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നാൽ
വളരെ ചെറിയ മാസുകളുള്ള അറ്റോമിക് പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ, അതിനകത്തുള്ള കണങ്ങൾ, ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾ, അങ്ങനെയുള്ളവയുടെ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാസ് സ്പെക്ട്രോഗ്രാഫ്. പഠിച്ചു വെച്ചോളുക, മാസ് സ്പെക്ട്രോഗ്രാഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലിരിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് നോട്ട് കൂടി എഴുതുമ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന റേഞ്ച് ഓഫ് മാസസ് എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്. 10⁻⁻30 കിലോഗ്രാം മുതൽ 10⁻55 കിലോഗ്രാം വരെയാണ് റേഞ്ച് ഓഫ് മാസസ്, ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ. ഓക്കെ, ഏറ്റവും ചെറിയ മാസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മാസിന്റെ, ഇലക്ട്രോണിന്റെ മാസിന്റെ ഓർഡർ ആണ് 10⁻55 കിലോഗ്രാം. എന്താണ്? എസ്റ്റിമേറ്റഡ് മാസ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെ ഇങ്ങനെ നീളുന്നതാണ് ഫിസിക്സിലെ മാസിന്റെ റേഞ്ചുകൾ, യൂണിവേഴ്സിലെ മാസിന്റെ റേഞ്ചുകൾ. നമുക്ക് വ്യത്യസ്തമായ മാസിന്റെ യൂണിറ്റുകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പ്രാക്ടിക്കൽ യൂണിറ്റുകളാണ്, പ്രയോഗത്തിലുള്ള ഉപയോഗത്തിലുള്ള യൂണിറ്റുകളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ഏതാണ്, ഫിസിക്സിന്റെ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം, അത് ചന്ദ്രശേഖർ ലിമിറ്റ് ആണ്. ചന്ദ്രശേഖർ ലിമിറ്റ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ആരാണ്? സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. 1983 ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരനാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. നമ്മുടെ സാക്ഷാൽ CV രാമന്റെ നെഫ്യൂ ആണ്, അനന്തരവനാണ് അദ്ദേഹം. 2 പേർക്ക് ഫിസിക്സിൽ നൊബേൽ സമ്മാനം ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? CV രാമനും പിന്നെ നമ്മുടെ സുബ്രഹ്മണ്യം ചന്ദ്രശേഖരനും. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ഈ ചന്ദ്രശേഖർ ലിമിറ്റ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു മാസ് ആണ്. ഓക്കെ, ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ് ആസ്ട്രോണമിയിൽ ഉപയോഗിക്കുന്നു. അത് എത്രയാണ്? സോളാർ മാസിന്റെ 1.14 ടൈം ആണ്. അത്രയും മാസാണ് ചന്ദ്രശേഖർ ലിമിറ്റ്. സോളാർ മാസ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ മാസ്, അതിന്റെ 1.44 മടങ്ങാണ് ചന്ദ്രശേഖർ ലിമിറ്റ്. ഓക്കെ, ഇനി സോളാർ മാസ് എത്രയാണ്? 2 × 10⁻30 കിലോഗ്രാം ആണ്. സൂര്യന്റെ മാസാണ്, അത്ര വലിയ മാസാണ്. അതായത് 2 ശേഷം 30 പൂജ്യങ്ങൾ ഇങ്ങനെ ഇടുന്ന അത്രയും വലിയ സംഖ്യയാണ്. 1 ടൺ അതെത്രയാണ്? 1000 കിലോഗ്രാം ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. 1 ടൺ = 1000 കിലോഗ്രാം. അതുപോലെ 1 ക്വിന്റൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം, 100 കിലോഗ്രാം ചേരുന്നതാണ് 1 ക്വിന്റൽ. ഓക്കെ, ഇനി 1 കിലോഗ്രാം അത് SI യൂണിറ്റ് ആണ്. ഇനി നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട ചില ചെറിയ യൂണിറ്റുകളാണ്. 1 ഗ്രാം എത്രയാണ്? 1 കിലോഗ്രാമിന്റെ 1000-1 എന്ന് വെച്ചാൽ 1000 ഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ഉണ്ടാകുന്നത്. അതാണ് 1/1000. 1/1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10⁻³ ആണ്. 1000 എന്ന് പറഞ്ഞാൽ 10⁻³ അല്ലേ? 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 10 ആണ്. അപ്പൊ 10 × 10 × 10 എത്രയാണ്? 1000. അപ്പൊ ഇതിനെ 10⁻³ എന്ന് എഴുതാമല്ലോ. അത് മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ ആകുന്നു. ഓക്കെ, അപ്പൊ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ്, മനസ്സിലിരിക്കണം. എന്നാൽ 1 മില്ലിഗ്രാം എത്ര കിലോഗ്രാം ആണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം എന്നത് 1000 മില്ലിഗ്രാം ആണ്. അപ്പൊ നോക്കൂ, 1000 മില്ലിഗ്രാമുകൾ നിങ്ങൾ ചേർക്കുമ്പോൾ 1 ഗ്രാം കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള 1000 ഗ്രാമുകൾ ചേർക്കുമ്പോൾ 1 കിലോഗ്രാം കിട്ടും. അപ്പൊ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എത്രയാണ്? 10⁻1000 × 1000 10⁻6 ഗ്രാം ആയിരിക്കും. മില്ലിഗ്രാം ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10⁻6 മില്ലിഗ്രാം, അതായത് 100 × 1000 × 1000 മില്ലിഗ്രാം, അത്രയും മില്ലിഗ്രാം ചേരുമ്പോഴേ 1 കിലോഗ്രാം ആവും. അപ്പൊ 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 10⁻6 താഴെ വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 10⁻6 കിലോഗ്രാം. അപ്പൊ 1 മില്ലിഗ്രാം എത്ര കിലോഗ്രാം ആണെന്ന് വെച്ചാൽ എന്ത് എഴുതണം? 10⁻6 കിലോഗ്രാം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്നാൽ 1 മില്ലിഗ്രാം എത്ര ഗ്രാം ആണെന്ന് ചോദിക്കുമ്പോഴോ 10⁻³ ഗ്രാം ആണ്. ഓക്കെ, അതെങ്ങനെയാ വന്നത്? നമ്മൾ ഇവിടെ സംസാരിച്ചതാണ്. ശരി, അപ്പോൾ മില്ലിഗ്രാം, കിലോഗ്രാം, ഈ ഗ്രാം കൺവേർഷൻസ് ഒക്കെ മനസ്സിൽ ഉണ്ടായിരിക്കണം.
ഇനി ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് മാസ് യൂണിറ്റ് എത്ര? 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഓക്കെ, ഒരു മില്ലിഗ്രാം എത്ര കിലോഗ്രാം ആണ്, അതുപോലെ ഒരു മില്ലിഗ്രാം എത്ര ഗ്രാം ആണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് ടൈം. ടൈം മെഷർമെന്റ് എങ്ങനെയൊക്കെയാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഒരു ടൈം ഇന്റർവൽ മെഷർ ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താണ്? ക്ലോക്ക് ആണ്. ഓക്കെ, ക്ലോക്ക്. ടു മെഷർ എനി ടൈം ഇന്റർവൽ വി നീഡ് എ ക്ലോക്ക്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് ചോദിച്ചാൽ അത് അറ്റോമിക് സ്റ്റാൻഡേർഡ്, അതായത് സമയത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ അറ്റോമിക് സ്റ്റാൻഡേർഡിലാണ്. എന്ന് വെച്ചാൽ എന്താണ്? സീഷ്യം ആറ്റം, സീഷ്യം ഒരു എലമെന്റ് ആണ്. സീഷ്യം ആറ്റത്തിന്റെ സീഷ്യം 133 എന്നാണ്. സീഷ്യം 133 എന്ന ആറ്റത്തിന്റെ, നിങ്ങൾ പറയുന്ന കേൾക്കുക, നിങ്ങൾ കൂടുതൽ വ്യക്തമാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നിങ്ങൾ കൂടുതൽ എന്താണ് കെമിസ്ട്രിയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ട്രാൻസിഷൻ എന്നൊരു സംഭവത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു ആറ്റത്തിന് എനർജി ലെവലുകളുണ്ട്. ഓക്കെ, എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലുകളുടെ വളരെ വളരെ പിന്നെ എന്താണ് ഫണ്ടമെന്റലി ആയ എനർജി ലെവലുകളാണ് ഹൈപ്പർ ഫൈൻ ലെവലുകൾ. അപ്പോൾ രണ്ട് ഹൈപ്പർ ഫൈൻ ലെവലുകളുടെ ലെവലുകളിൽ ഇപ്പോൾ ഒരു ഹൈപ്പർ ഫൈൻ ലെവലിൽ നിന്ന് മറ്റൊരു ഹൈപ്പർ ഫൈൻ ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. ട്രാൻസിഷൻ നടക്കുകയാണ് എങ്കിൽ ഓക്കെ, അവിടെ 9192631770 വൈബ്രേഷനുകൾ ഉണ്ടാകും. ഇത്ര എണ്ണം വൈബ്രേഷനുകളാണ്, എനർജി വൈബ്രേഷനുകളാണെങ്കിൽ ആ വൈബ്രേഷൻ എടുക്കുന്ന സമയമാണ് ഒരു സെക്കൻഡായി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റുകളെല്ലാം ഡിഫൈൻ ചെയ്തിട്ട് ഒരു സെക്ഷൻ ഉണ്ട് നമ്മുടെ NCERT പുസ്തകത്തിൽ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു മീറ്റർ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഒരു കിലോഗ്രാം എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഒരു സെക്കൻഡ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ പിന്നെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എങ്ങനെയൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ്. നിങ്ങളുടെ പ്രിസൈസ്ലി പേജ് നമ്പർ 17 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേജ് നമ്പർ 17ാമത്തെ പേജിലാണ് അത് കൊടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വൈബ്രേഷനുകൾ സീഷ്യം ആറ്റത്തിലെ ഒരു ഹൈപ്പർ ഫൈൻ ലെവലിൽ നിന്ന് മറ്റൊരു ഹൈപ്പർ ഫൈൻ ലെവലിലേക്ക് പോകുമ്പോൾ ഇത്രയും വൈബ്രേഷനുകൾ നടക്കാനുള്ള സമയത്തെയാണ് ഒരു സെക്കൻഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അറ്റോമിക് സ്റ്റാൻഡേർഡ് എടുത്തത്? വളരെ പ്രിസൈസ് ആണ് അറ്റോമിക് സ്റ്റാൻഡേർഡ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇനി സമയത്തിന്റെ മറ്റ് യൂണിറ്റുകൾ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. ഒരു മില്ലേനിയം നിങ്ങൾ കേട്ടിട്ടുണ്ട്. മില്ലേനിയം 1000 വർഷം ചേരുന്നതാണ് ഒരു മില്ലേനിയം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഏതാ വർഷമാണോ സമയത്തിന്റെ SI യൂണിറ്റ്. സമയത്തിന്റെ SI യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ആണ് സമയത്തിന്റെ SI യൂണിറ്റ്. വലിയ വലിയ യൂണിറ്റുകളാണ് ഈ പറയുന്നവയൊക്കെ. ഒരു മില്ലേനിയം ഒക്കെ സമയത്തിന്റെ യൂണിറ്റ് ആണ്. ഒരു മില്ലേനിയം എത്ര വർഷമാണ്? 1000 വർഷം. ഒരു സെഞ്ചുറി, ഒരു നൂറ്റാണ്ട് എത്ര വർഷമാണ്? 100 വർഷമാണ്. ഒരു ഡിക്കേഡ് എത്രയാണ്? 10 വർഷമാണ്. ദശാബ്ദം എന്നാണ് പറയുന്നത്, ദശാബ്ദം. ഓക്കെ, 10 വർഷം. ഒരു ഇയർ, 1 ഇയർ എത്രയാണ്? 365 ഡേയ്സ് ആണ്. 365.24 ആണ് 365 ഡേയ്സ് ആവറേജ്. ഒരു മന്ത് എത്രയാണ്? 30 ഡേയ്സ് ആണ് ഓൺ ദി ആവറേജ്. ഒരു വീക്ക്, ഒരാഴ്ച 7 ഡേയ്സ്. ഒരു ഡേ എത്ര അവറുകളായ പറയുന്നത്? 24 hours. അപ്പൊ കണ്ടോ, ഈ വലിയ യൂണിറ്റുകൾ ചെറുതായി വരുന്നുണ്ടോ? നോക്കൂ, മില്ലേനിയം ആയിരുന്നു, 1000 ഇയർ ആയിരുന്നു. ഇയർ മാറുന്നു, ഡേ ആവുന്നു, പിന്നെ അവർ ആവുന്നു. ഒരു അവർ എത്രയാ? 60 മിനിറ്റ്സ് ആണ്. 60 മിനിറ്റുകൾ ചേരുന്നതാണ് ഒരു അവർ. ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? കണ്ടോ, SI യൂണിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. 60 സെക്കൻഡ്സ്. ഒരു സെക്കൻഡ് ആണ് SI യൂണിറ്റ് സമയത്തിന്റെ. ഇനി ശ്രദ്ധിക്കുക, ചെറിയ യൂണിറ്റുകളിലേക്ക് പോവുകയാണ്. ഒരു മില്ലി സെക്കൻഡ് എത്ര? 10⁻³ സെക്കൻഡ്. എന്ന് വെച്ചാൽ 1000 മില്ലി സെക്കൻഡുകൾ ചേരുന്നതാണ് ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡിന് നിങ്ങൾ 1000 കഷ്ണമാക്കി മുറിച്ചാൽ അതിൽ ഒരു കഷ്ണം 1 മില്ലി സെക്കൻഡ് ആയിരിക്കും. അങ്ങനെ 1000 മില്ലി സെക്കൻഡുകൾ ചേരുമ്പോൾ ഒരു സെക്കൻഡ് ആണെങ്കിൽ ഒരു മില്ലി സെക്കൻഡ് എത്ര? 1000 1/1000. അതിനെയാ 10⁻³ എന്ന് എഴുതിയത്. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ ഫിസിക്സുമായി കൂടുതൽ പരിചയപ്പെടുമ്പോൾ ഈ റേസ്റ്റ്-3 എന്നുള്ള രീതിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ടോപ്പിക്സ് നമുക്കുണ്ട്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഒരു മൈക്രോ സെക്കൻഡ് എത്രയാണ്? 10⁻6 സെക്കൻഡ് ആണ്. ഓക്കെ, 10⁻⁻6 സെക്കൻഡ് ആണ്. 10⁻⁻6 അല്ലെങ്കിൽ 1/10⁻6. ഒരു സെക്കൻഡിന് നിങ്ങൾ 10⁻6 ഭാഗങ്ങളാക്കി മുറിക്കുകയാണ്. അപ്പോൾ 1,00,000 ഭാഗങ്ങളാക്കി മുറിക്കുമ്പോൾ, ഓക്കെ, 1,00,000 അല്ല 10 ലക്ഷം.
10 ലക്ഷം ഭാഗങ്ങളാക്കി മുറിക്കുമ്പോൾ അതിൽ ഒരു ഭാഗം 1 മൈക്രോ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അതാണ് 10⁻⁻⁶ സെക്കൻഡ്. 1 മൈക്രോ സെക്കൻഡ് എത്ര? ഇനി വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് ഷെയ്ക്ക്. ഒരു ഷെയ്ക്ക് എത്ര? 10⁻⁸ സെക്കൻഡ്സ്. ഓക്കെ, ഒരു നാനോ സെക്കൻഡ് എത്ര? 10⁻⁹ സെക്കൻഡ്സ്. അപ്പൊ ഇതാണ് സമയത്തിന്റെ വ്യത്യസ്തമായ പ്രാക്ടിക്കൽ യൂണിറ്റുകൾ. അപ്പൊ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നമ്മളിപ്പോ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ അതേ ഓർഡറിലാണ് കേട്ടോ പോകുന്നത്. ഏകദേശം NCERT ടെക്സ്റ്റ് ബുക്കിന്റെ അതേ ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നോക്കൂ, ആക്യുറസി, പ്രിസിഷൻ, അതുപോലെ എറേഴ്സ്. നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ എററുകൾ ഉണ്ട്. എറർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തെറ്റ് എന്നാണ് ഫണ്ടമെന്റലായി പറയുന്നത്. അതായത് ശരിയിൽ നിന്നുള്ള വ്യത്യാസം, അതിനെയാണല്ലോ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും 3 ടോപ്പിക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്യുറസി, പ്രിസിഷൻ, ഇതെല്ലാം ഇൻസ്ട്രുമെന്റുകളുടെയാണ്. ഇൻസ്ട്രുമെന്റുകളുടെ ആക്യുറസി, പ്രിസിഷൻ എന്താണ്? ഓക്കെ, അതുപോലെ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുമ്പോഴുള്ള എററുകൾ എങ്ങനെയായിരിക്കും, എന്താണ് ഈ 3 ക്വാണ്ടിറ്റികൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. എന്താണ് എറർ? വാട്ട് ഈസ് എറർ? എറർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. നമ്മൾ ജീവിതത്തിൽ എറർ വരാത്തവരെന്താണ്? നിങ്ങൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ സ്ഥിരം എററുകൾ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒക്കെ എററുകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ എറർ എന്ന വാക്കിന്റെ അർത്ഥം തെറ്റെന്നാണ്. തെറ്റ്. അപ്പൊ നോക്കൂ, നമ്മള് ഫിസിക്സിൽ എന്ത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാലും നമുക്ക് കിട്ടുന്നത് ഒരിക്കലും 100% ശരിയായ ഒരു വാല്യൂ ആയിരിക്കില്ല. ഓക്കെ, അതെപ്പോഴും ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ആയിരിക്കും. അതില് അൺസെർട്ടനിറ്റി ഉണ്ടാകും. അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെർട്ടൻ ആയിരിക്കില്ല. ഇപ്പോതാ ഇങ്ങനെ സെർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അൺസെർട്ടനിറ്റി കണ്ടോ, ഇങ്ങനെ മാറിയിരിക്കും. ഇതിന്റെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അൺസെർട്ടനിറ്റി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഫിസിക്സിലെ ഇങ്ങനെയല്ല പറയുന്നത്. അൺസെർട്ടനിറ്റി എന്ന വാക്ക് എന്താ പറയുന്നത്? സെർട്ടൻ ആയിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഫിസിക്സിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മെഷർമെന്റുകളിലും ഇങ്ങനെ അൺസെർട്ടനിറ്റി ഉണ്ടാകും. അപ്പോ 100% ശരിയായ വാല്യൂ അല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്താണ്? അപ്രോക്സിമേറ്റ് ആയ ഒരു നമ്പർ ആണ്. എല്ലാ മെഷർമെന്റ് എടുക്കുമ്പോഴും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അപ്രോക്സിമേറ്റ് ആയ ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള അൺസെർട്ടനിറ്റിയെ, അസ്ഥിരാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എറർ. ഓക്കെ, ഇതാണ് എററിന്റെ ഡെഫിനിഷൻ. അപ്പോൾ എന്താണ്? ഒന്ന് വായിക്കാം ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണ്ടി. ദ റിസൾട്ട് ഓഫ് എവറി മെഷർമെന്റ് ബൈ എനി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് ആൻ approximate number which contains some uncertainty. This uncertainty is called error. Okay, സംശയമില്ലല്ലോ. ഓക്കെ, ശരി. എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ മെഷർ ചെയ്ത വാല്യൂകളുണ്ട് നമുക്ക്, അതുപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡെൻസിറ്റി, ഫോർ എക്സാമ്പിൾ, നമ്മൾ മാസ് മെഷർ ചെയ്തു, അതുപോലെ ഒരു വസ്തുവിന്റെ വോളിയം മെഷർ ചെയ്തു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അപ്പോ നമ്മൾ മെഷർ ചെയ്തതിൽ മാത്രമല്ല, കാൽക്കുലേറ്റ് ചെയ്തതിലും. ഇപ്പൊ മാസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ എറർ ഉണ്ടായി, വോളിയം മെഷർ ചെയ്തപ്പോൾ എറർ ഉണ്ടായി. അപ്പോൾ ഡെൻസിറ്റി മെഷർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇവരുടെ രണ്ടുപേരിലെയും എറർ എവിടെ പ്രതിഫലിക്കും, എവിടെ ഉണ്ടാകും? ഡെൻസിറ്റിയിൽ ഉണ്ടാകും. അപ്പോൾ എവരി കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ മെഷേർഡ് വാല്യൂസ് ഓൾസോ ഹാസ് ആൻ എറർ. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥമായി പറഞ്ഞത്. ഓക്കെ, അപ്പൊ എറർ എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി അക്യുറസി എന്താണ്? ഒരു മെഷർമെന്റിന്റെ അക്യുറസി എന്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അക്യുറസി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുകയാണ്, അതിന് 100% ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാകും. അതിനെയാണ് ട്രൂ വാല്യൂ. അതായത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ട്രൂ വാല്യൂ. ഓക്കെ, അക്യുറസി എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ, ഈ ട്രൂ വാല്യൂമായി എന്തുമാത്രം അടുത്തിരിക്കുന്നു, അതിന്റെ മെഷറാണ് അക്യുറസി. ഓക്കെ, അപ്പോൾ ഒരു മെഷർമെന്റിനെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിന് ട്രൂ വാല്യൂ ആയി നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരെണ്ണം ഉണ്ട്, അത് കിട്ടണം.
അത് കിട്ടിക്കണമെന്നല്ല, അത് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന എന്തായിരിക്കും? എപ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കും. എന്നാൽ അതിനോട് എന്തുമാത്രം അടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത് അത് നോക്കിയാൽ, അല്ലെങ്കിൽ എന്തുമാത്രം ട്രൂ വാല്യൂവിനോട് അടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കിയാൽ, ആ അടുത്ത് നിൽക്കുന്നതിന് ഓക്കെ, ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ, അതിന്റെ ആ മെഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യുറസി. അത് ഉദാഹരണത്തിലൂടെ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഒരു പിന്നെ എന്താണ് എക്സാമ്പിളിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അക്യുറസി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഈ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. ദ അക്യുറസി ഓഫ് എ മെഷർമെന്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ട്രൂ വാല്യൂവിനോട് മെഷേർഡ് വാല്യൂ എന്തുമാത്രം അടുത്തിരിക്കുന്നു അതിനെ നമ്മൾ വിളിക്കും, ആ മെഷറിനെ വിളിക്കുന്ന പേരാണ് അക്യുറസി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, പ്രിസിഷൻ എന്താണ്? പ്രിസിഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണ്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആ വാല്യൂവിന്റെ റെസല്യൂഷൻ എന്തുമാത്രമാണ്. റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 2.4 എന്നൊരു മെഷർമെന്റ് നമ്മൾ എടുത്തു. 2.42 മറ്റൊരു എക്യുപ്മെന്റ് ഉപയോഗിച്ചപ്പോൾ അങ്ങനെ കിട്ടി. 2.427 എന്ന് കിട്ടി. അപ്പൊ കൂടുതൽ റെസല്യൂഷൻ ആർക്കാ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇയാൾക്കാണ്, 2.427. അപ്പൊ പ്രിസിഷൻ ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരിക്കും? റെസല്യൂഷൻ അല്ലെങ്കിൽ ലിമിറ്റ് കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും. നമുക്ക് കൂടുതൽ കാര്യമായി അറിയാൻ പറ്റുന്നു അതിനെ. ഓക്കെ, അതാണ് പ്രിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ വാല്യൂവിനോട് എന്തുമാത്രം അടുത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന ഒരു ഡെഫിനിഷൻ. ഇനി നമുക്ക് എക്സാമ്പിളിലൂടെ ഒന്ന് പോകാം. നോക്കൂ, നമുക്ക് ഒരു ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ട്രൂ വാല്യൂ എത്രയാണ്? 3.678 ആണ് ഒറിജിനൽ വാല്യൂ എന്ന് വിചാരിക്കുക. എങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ ആണ്. 0.1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എല്ലാം സംതിങ് പോയിന്റ്, അതായത് 3.5 4.7 അങ്ങനെ ഇത്രയേ ഉള്ളൂ റെസല്യൂഷൻ. ഓക്കെ, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ മെഷേർഡ് വാല്യൂ നോക്കിക്കേ, അത് ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ, അതായത് 0.1 സെന്റിമീറ്റർ റെസല്യൂഷൻ ഉള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്തപ്പോ നമുക്ക് മെഷേർഡ് വാല്യൂ ആയി എത്ര കിട്ടി? 3.5 സെന്റിമീറ്റർ കിട്ടി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണമാണിത്. ഓക്കെ, അതിരിക്കട്ടെ. ഇനി രണ്ടാമത് നമ്മൾ മറ്റൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നു രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ. അതിന്റെ റെസൊല്യൂഷൻ കണ്ടോ? 0.01 സെന്റിമീറ്റർ. ഇതിന്റെ 0.1 ആണെങ്കിൽ ഇതിന്റെ 0.01 സെന്റിമീറ്റർ. ലെങ്ത് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 3.38 സെന്റിമീറ്റർ. ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് മെഷർമെന്റ് എന്നത് അക്യുറസി കൂടുതലാണെന്ന് ഞാൻ പറയുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാര്യം എന്താ? ഈ വാല്യൂ ആണോ നമ്മുടെ ട്രൂ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? 3.38 ആണോ 3.5 ആണോ? 3.5 അല്ലേ? ആണ്. പക്ഷേ പ്രിസിഷൻ കൂടുതൽ ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഇതിനാണ്. കാര്യം എന്താ? കണ്ടോ, ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ ലിമിറ്റ് കൂടി, റെസല്യൂഷൻ കൂടിയാൽ എന്താണ്? പ്രിസിഷൻ കൂടും. പക്ഷേ അക്യുറസി കൂടണമെന്നുണ്ടോ? ഇതാണ് അക്യുറസി. 3.5 ൽ 0.1 കൂടി വ്യത്യാസമേ ഉള്ളൂ 3.6 പോകാൻ. പക്ഷെ 3.3 കണ്ടോ, 0.3 വ്യത്യാസമുണ്ട്. അപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാണോ അയാൾക്ക് അക്യുറസി കൂടും. ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം കൂടുമ്പോൾ, അല്ലെങ്കിൽ ലിമിറ്റ് കൂടുമ്പോൾ, റെസല്യൂഷൻ കൂടുമ്പോൾ അയാൾക്ക് പ്രിസിഷനും കൂടും. അപ്പോൾ ഫസ്റ്റ് മെഷർമെന്റിൽ എങ്ങനെയൊക്കെ പറയാം നമുക്ക്? ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ് ബട്ട് ലെസ് പ്രിസൈസ്. ഓക്കെ, അക്യുറസി കൂടുതൽ പക്ഷേ പ്രിസിഷൻ കുറവ്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് നോക്കിക്കേ, അക്യുറസി കുറവാണ്, ലെസ് അക്യുറേറ്റ് ബട്ട് മോർ പ്രിസൈസ്. അക്യുറസി കുറവാണ് പക്ഷേ പ്രിസിഷൻ കൂടുതലാണ്. ആ കൺക്ലൂഷനാണ് നമ്മളിതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ്? ഫസ്റ്റ് മെഷർമെന്റ് അക്യുറസി കൂടുതൽ പക്ഷേ പ്രിസിഷൻ കുറവ്. സെക്കൻഡ് മെഷർമെന്റ് അക്യുറസി കുറവ് പക്ഷേ പ്രിസിഷൻ കൂടുതൽ. അക്യുറസിയും പ്രിസിഷനും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ല? അക്യുറസി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂവുമായി അടുത്ത് നിൽക്കുന്നു.
അത് അക്യൂറേറ്റ് ആയിരിക്കും. അതിന്റെ മെഷറാണ് അക്യൂറസി. എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു എന്നതിന്റെ മെഷറാണ് അക്യൂറസി. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിന്റെ റെസല്യൂഷൻ അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം അങ്ങനെ എഴുതരുത്. റെസല്യൂഷൻ കൂടുന്നു. അങ്ങനെ കൂടുകയാണെങ്കിൽ പ്രിസിഷനും കൂടുതലായിരിക്കും. അതാണ് പ്രിസിഷന്റെ മെഷർ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ കൂടി പറഞ്ഞ് ഈ അക്യുറസി അല്ലെങ്കിൽ പ്രിസിഷൻ ഈ ഒരു കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് ഈ മൊത്തം അവസാനിപ്പിക്കാനല്ല, നമ്മുടെ അതിന്റെ ഡെഫിനിഷൻ, എലിമെന്ററി ഡെഫിനിഷൻ ഒന്ന് തീർക്കാം. എന്താണ്? ദി അക്യുറസി ഇൻ എനി മെഷർമെന്റ് മേ ഡിപെൻഡ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ്. ഏത് മെഷർമെന്റിലെ അക്യുറസിയും ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ച് നിൽക്കും. അത് പ്രധാനമായും ആശ്രയിച്ച് നിൽക്കുന്നത് ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ റെസല്യൂഷനെയാണ്. ഓക്കെ, അപ്പൊ റെസല്യൂഷനെ ആശ്രയിച്ചിരിക്കും ആര്? അക്യുറസി. ഓക്കെ, അപ്പോൾ എല്ലാ മെഷർമെന്റുകളും, ഇതൊക്കെ NCERT ടെക്സ്റ്റിലെ കോർ സെന്റൻസുകളാണ്. എല്ലാ മെഷർമെന്റുകളും അപ്രോക്സിമേറ്റ് ആണ്. കാര്യം എന്താ? ആ മെഷർമെന്റിൽ എററുകൾ ഉള്ളത് കൊണ്ട്, അൺസെർട്ടനിറ്റി ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണ്, അതുപോലെ എറർ എന്താണ്, അതുപോലെ അക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നോട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അതിന്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ എറർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോ വ്യത്യസ്തമായ എററുകൾ ഉണ്ടാകും മെഷർമെന്റില്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന എററുകളെ ജനറലായി നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ സെക്ഷൻ എന്താണ്? നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? എററുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇൻ ജനറൽ ദി എറേഴ്സ് ഇൻ മെഷർമെന്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ്. വളരെ ബ്രോഡായി എററുകളെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് റാൻഡം എറേഴ്സ്. ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് എററുകളും റാൻഡം എററുകളും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അടുക്കും ചിട്ടയോടുകൂടി, ഓക്കെ, എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ സിസ്റ്റമാറ്റിക് ആയി പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അടുക്കും ചിട്ടയോടുകൂടി ക്രമമായി പഠിക്കുക. ഓക്കെ, അപ്പൊ പേര് വച്ചിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി നോക്കാം. എന്താണ് സിസ്റ്റമാറ്റിക് എററുകൾ എന്ന് പറഞ്ഞാൽ? അതിന്റെ ജനറൽ ഡെഫിനിഷൻ ആണ് ഈ പറയുന്നത്. ദ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ദാറ്റ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒരേ ദിശയിലേക്കാണ് എററുകൾ സഞ്ചരിക്കുക. അതിപ്പോ നിങ്ങൾക്ക് വ്യക്തമാവണമെന്നില്ല. വളരെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സാമ്പിളും അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഡെഫിനിഷന്റെ ക്ലാരിറ്റി കൂടും. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിരിക്കുന്ന റിപ്പീറ്റബിൾ ആയ എററുകൾ ആണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുകയാണ്. ആദ്യത്തെ ടേണിൽ നമ്മൾ മെഷർ ചെയ്തു, പിന്നെയും നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ വാല്യൂകളായിരിക്കും കിട്ടുക. അപ്പൊ ആദ്യത്തെ മെഷർമെന്റ് കിട്ടി, രണ്ടാമത്തെ കിട്ടി, മൂന്നാമത്തെ കിട്ടി, എല്ലാം ട്രൂ വാല്യൂവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോ റിപ്പീറ്റബിൾ ആയ എററുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റന്റ് ആയ എററുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള എററുകളെയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്താണ്? ഒന്നുകിൽ കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു, അപ്പൊ ഏതെങ്കിലും ഒരു ദിശയിലേക്ക്, പോസിറ്റീവോ നെഗറ്റീവോ ആയ ദിശയിലേക്ക് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോ കൂടി മാത്രം വരുന്നില്ലല്ലോ, ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയി എന്ത് ചെയ്യുന്നു? എററുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, they are consistent repeatable errors which are inherent in the system. സിസ്റ്റത്തിൽ തന്നെയുള്ള എററുകളാണ് അത്. ഓക്കെ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിവൈസിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അതെല്ലാം എന്താണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് അതിലുള്ളതാണ്, ഇൻബിൽറ്റ് ആണ്. ഓക്കെ, അതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് എററുകളെ പിന്നെയും തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്, 2 imperfection in the experimental technique or procedure, 3 personal errors. ഓക്കെ, സിസ്റ്റമാറ്റിക് എററുകളെ 3ആയി വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ആദ്യത്തെ എന്താണ്? ഇൻസ്ട്രുമെന്റൽ
എറേഴ്സ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സിസ്റ്റമാറ്റിക് എററുകളെ കുറിച്ചാണ്. എന്താണ് സിസ്റ്റമാറ്റിക് എറർ? നമ്മൾ പറഞ്ഞല്ലോ, കൺസിസ്റ്റന്റ് ആയ റിപ്പീറ്റബിൾ ആയ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന എററുകളാണ്. അതായത് തോന്നിയ പോലെ ഉണ്ടാകുന്നതല്ല. പിന്നെയോ ഒരു പ്രത്യേക ദിശയിലേക്ക് സിസ്റ്റമാറ്റിക് ആയി ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ടെൻഡ് ചെയ്യുന്ന എററുകളെയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അതിന്റെ ഉദാഹരണം നമുക്ക് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ ആദ്യത്തെ കാറ്റഗറി ഏതാ? ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. അതായത് പേര് പറയുന്നത് പോലെ തന്നെ ഇൻസ്ട്രുമെന്റിലെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന എററാണ്. എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെന്റിലെ ഡിസൈനിൽ ഉണ്ടാകുന്ന ഇംപെർഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ കാലിബ്രേഷനിൽ ഉണ്ടാകുന്ന, കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വരയും കുറിയുണ്ടല്ലോ, അതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സീറോ എററിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സീറോ എറർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ലാബിൽ ചെല്ലുമ്പോൾ എന്താണ്, ചില മെഷീനുകൾ ഇപ്പോൾ സീറോ കാണിക്കേണ്ടിടത്തായിരിക്കില്ല കാണിക്കുന്നത്. അതായത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് സീറോ മാർക്ക് എങ്കിൽ അതിന്റെ സൂചി നിൽക്കുന്നത് ചിലപ്പോൾ സീറോയിലായിരിക്കില്ല. അതിനെയാണ് സീറോ എറർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. ഏതൊക്കെയാണ്? എറേഴ്സ് ദാറ്റ് എറൈസ് ഡ്യൂ ടു, ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എറേഴ്സ് ദാറ്റ് എറൈസ് ഡ്യൂ ടു imperfect design or calibration of the measuring instrument, zero error in the instrument, etc. ഓക്കെ. അപ്പോൾ ഇംപെർഫെക്റ്റ് ഡിസൈൻ കൊണ്ടോ കാലിബ്രേഷനിലുള്ള വ്യത്യാസം കൊണ്ടോ സീറോ എറർ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. അപ്പോൾ ഒരു തെർമോമീറ്റർ നിങ്ങൾ ഡിപ്പ് ചെയ്യുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കേണ്ടത്. പക്ഷെ തെർമോമീറ്റർ 104 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അത് ഇൻസ്ട്രുമെന്റൽ എറർ അല്ലേ? ആണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ആണ് വെർണിയർ കാലിപ്പേഴ്സ്. അത് നിങ്ങൾ ലാബിൽ ചെന്ന് പഠിക്കുമ്പോൾ മാത്രമേ, ഇതിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനായി വരികയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾ ആ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ മെഷീൻ, ആ ഡിവൈസ് ഒന്ന് നോക്കി പഠിച്ചിട്ട് നമ്മൾ അതിന്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാണിച്ച് പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വെർണിയർ കാലിപ്പേഴ്സ് ലാബിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ തിയറി ഒന്നുകൂടി ക്ലാസ് എടുത്ത് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഓക്കെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻട്രൻസ് പരീക്ഷയ്ക്ക് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കൂ, അങ്ങനെയുള്ള ഡിവൈസ് ആണ് വെർണിയർ കാലിപ്പേഴ്സ്. വെർണിയർ കാലിപ്പേഴ്സിൽ 2 സ്കെയിലുകളുണ്ട്, മെയിൻ സ്കെയിലും വെർണിയർ സ്കെയിലും. വെർണിയർ സ്കെയിലിൽ 2 സ്കെയിലും 0 മാർക്കിംഗ് ഉണ്ട്. അപ്പൊ 2 സ്കെയിലിലെ 0 മാർക്കിംഗ് ഒരുപോലെ ഇരിക്കണം. അങ്ങനെ ഇരിക്കില്ല ചിലപ്പോ. അങ്ങനെ ഇരിക്കുന്നില്ല എങ്കിൽ എന്താ പ്രശ്നം വരിക? ഇൻസ്ട്രുമെന്റൽ എറർ വരും. അതാണ് ഈ പറയുന്നത്. എന്താണ്? ഇൻ വെർണിയർ കാലിപ്പേഴ്സ് ദ 0 മാർക്ക് ഓഫ് വെർണിയർ സ്കെയിൽ മേ നോട്ട് കോയിൻസൈഡ് വിത്ത് ദ 0 മാർക്ക് ഓഫ് ദ മെയിൻ സ്കെയിൽ. അത് ആ ഡിവൈസ് കണ്ട് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻസ്ട്രുമെന്റൽ എറേഴ്സിനെയാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉദാഹരണം കൂടിയുണ്ട്. എന്താണ്? ഒരു ഓർഡിനറി മീറ്റർ സ്കെയിൽ. ഇപ്പൊ ഒരറ്റത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പൊട്ടിപ്പോയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇൻസ്ട്രുമെന്റൽ എറർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇൻസ്ട്രുമെന്റൽ എറേഴ്സിന്റെ ഉദാഹരണം നമ്മൾ നോക്കിയില്ല. തെർമോമീറ്ററിന്റെ ഉദാഹരണം നോക്കി. അതുപോലെ വെർണിയർ കാലിപ്പേഴ്സ് എന്നുള്ള ഡിവൈസിനെ പറ്റി പറഞ്ഞു. ഓർഡിനറി മീറ്റർ സ്കെയിലിനെ പറ്റി പറഞ്ഞു. അതായത് ഇൻസ്ട്രുമെന്റിന്റെ പാളിച്ചകൾ കൊണ്ടുണ്ടാവുന്ന എററുകളാണ്, സിസ്റ്റമാറ്റിക് എററുകളാണ് ഇതെല്ലാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ് ആണ് ഇംപെർഫെക്ഷൻ ഇൻ ദ എക്സ്പെരിമെന്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. പേര് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പ്രൊസീജിയർ ഉണ്ട് അല്ലെ? സിസ്റ്റമാറ്റിക് ആയ ഒരു സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ ഇന്നത് ചെയ്തിട്ട് അടുത്ത ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ചെയ്യുക. അതാണ് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ. നിങ്ങൾ ലാബിൽ പോകുമ്പോൾ കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ആ എക്സ്പെരിമെന്റൽ ടെക്നിക്കിലെ പ്രശ്നം അല്ലെങ്കിൽ പ്രൊസീജിയറിലെ പ്രശ്നം കാരണം നമുക്ക് എററുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സിസ്റ്റമാറ്റിക് എററുകളുണ്ട്. അതാണ് ഇംപെർഫെക്ഷൻ ഇൻ ദ എക്സ്പെരിമെന്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ കാരണം ഉണ്ടാകുന്ന എററുകൾ. അതാണ് ഈ സെന്റൻസ് ഒന്ന് വായിച്ചേ. ദീസ് എറൈസ് എന്ന് പറഞ്ഞാൽ ദീസ് എറേഴ്സ്, എറൈസ് എന്ന് പറഞ്ഞാൽ കാരണം, അത് ഉണ്ടാകുന്നത് എങ്ങനെ? ദീസ് എറൈസ് ഡ്യൂ ടു ലിമിറ്റേഷൻസ് ഓഫ് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഓർ പ്രൊസീജിയർ. എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റിലെ പരിമിതികൾ കൊണ്ട് ഉണ്ടാകുന്ന എററുകളാണ് ഇത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. നമ്മളിപ്പോ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ നോക്കുകയാണ്. തെർമോമീറ്റർ എവിടെയാണ് വയ്ക്കുന്നത്? ആം പിറ്റിലാണ്. ആം പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കക്ഷം. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തെർമോമീറ്റർ സാധാരണ പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് പനി നോക്കാനൊക്കെ പോകുമ്പോൾ അവിടെയല്ലേ വെക്കുക. അപ്പൊ അവിടെ നിങ്ങൾ വെച്ചാൽ ടെമ്പറേച്ചർ എപ്പോഴും കുറവാണ് കാണിക്കുക. ആക്ച്വൽ ബോഡി ടെമ്പറേച്ചറിന്റെ, പനി ഉള്ളപ്പോഴല്ല, നിങ്ങൾക്ക് പ്രശ്നം ഒന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഒരു തെർമോമീറ്റർ എടുത്ത് വെച്ച് നോക്കൂ. അപ്പൊ എന്താണ്? ആക്ച്വൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ് കാണിക്കുക. എന്താ കാരണം? അത് ബോഡിക്ക് പുറത്താണ് വെക്കുന്നത് അല്ലേ? എന്നാൽ നിങ്ങൾ വായിലാണ് വെക്കുന്നതെങ്കിലോ ഏകദേശം കറക്റ്റ് ടെമ്പറേച്ചർ കാണിക്കും. അത് ബോഡിയുടെ അകത്താണ് വെക്കുക. അപ്പൊ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ആംപിറ്റിൽ തെർമോമീറ്റർ പ്ലേസ് ചെയ്താൽ എപ്പോഴും എന്താ? ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ് കാണിക്കുന്നത്. അതൊരു എക്സ്പെരിമെന്റൽ ടെക്നിക്കിലെ പ്രശ്നമല്ലേ? നമ്മൾ എവിടെയാ വെക്കേണ്ടത്?
ബോഡിയുടെ അകത്ത് എവിടെയെങ്കിലുമാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പുറത്ത് വെക്കുമ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുറവാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് അറിയാമെങ്കിലും അത് നമ്മൾ എന്താ ഒരു ലിമിറ്റേഷൻ അല്ലേ അവിടെ പറ്റിയത് എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിന്റെ. അപ്പൊ അതാണ് ഈ രീതിയിലുള്ള എററുകളുടെ ഒരു ഉദാഹരണം. അതുപോലെ മറ്റ് കാരണങ്ങൾ കൊണ്ടും എററുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മെഷർമെന്റിനെ അഫക്ട് ചെയ്യും, നമ്മുടെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യും, നമ്മുടെ അറേഞ്ച്മെന്റിനെ അഫക്ട് ചെയ്യും. എന്തൊക്കെയാണ് ഈ എക്സ്റ്റേണൽ കണ്ടീഷൻസ്? ഫോർ എക്സാമ്പിൾ ഹ്യൂമിഡിറ്റി കാരണം നമുക്ക് ക്ലിയർ ഇപ്പൊ നമുക്കിപ്പോ മെഷർ ചെയ്യേണ്ട, ഒബ്സർവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നേരെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ എക്സ്പെരിമെന്റിലെ അറേഞ്ച്മെന്റിലെ പ്രശ്നമല്ലേ അല്ലേ? ഓക്കെ, അതുപോലെ വിൻഡ് വെലോസിറ്റി, കാറ്റടിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലാബിലൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിലോ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റിലോ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അങ്ങനെ എററുകൾ ഉണ്ടാകാം. അതിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞത്. അപ്പോ അതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമല്ലോ. നോക്കൂ, നമുക്ക് ഇതും കൂടി ഒന്ന് വായിക്കാം. അതർ എക്സ്റ്റേണൽ കണ്ടീഷൻസ് സച്ച് ആസ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് വെലോസിറ്റി എക്സെട്ര ഡ്യൂറിംഗ് ദി എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് മേ സിസ്റ്റമാറ്റിക്കലി അഫക്ട് ദ മെഷർമെന്റിനെ സിസ്റ്റമാറ്റിക്കലി അഫക്ട് ചെയ്യും. ഓക്കെ, ഇതെല്ലാം സിസ്റ്റമാറ്റിക് എററിന്റെ വകഭേദങ്ങളാണ്. നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്, സിസ്റ്റമാറ്റിക് എററിന്റെ രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തേതിലേക്ക് പോവുകയാണ് പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, ഇൻഡിവിജ്വൽസ് ബയാസ്. ഈ എററുകൾ എറൈസ് ചെയ്യുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ബയാസ് എന്ന് പറഞ്ഞാൽ ചായ്വ് എന്നാണ്. ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള ഒരാളുടെ ചായ്വ് എന്ന് പറഞ്ഞാൽ ചാഞ്ഞു നിൽക്കുന്നതല്ല, ഇപ്പൊ അയാൾക്ക് ആ രീതിയിൽ അയാൾ ചെയ്യൂ എന്ന് അയാൾ എന്താണ് സയന്റിഫിക് ആയ രീതി ഉണ്ടെങ്കിലും ഇനി ഞാൻ ഈ രീതിയിൽ ചെയ്യും, അയാൾ എന്ത് ചെയ്യുന്നു? ബയാസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അയാൾ ആ രീതിയിലേക്ക് ചായ്ഞ്ഞു നിൽക്കുന്ന ആളാണ്. ആ പ്രശ്നം കാരണം എന്തുണ്ടാവാം? പേഴ്സണൽ എററുകൾ ഉണ്ടാകാം. അതുപോലെ അപ്പാരറ്റസ് പ്രോപ്പറായി സെറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം കാരണം പേഴ്സണൽ എറേഴ്സ് ഉണ്ടാകാം. അതുപോലെ എന്താണ്? കെയർലെസ്നെസ്, ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കെയർലെസ് ആയിരുന്നാൽ അത് നിമിത്തം എററുകൾ ഉണ്ടാകാം. അതുപോലെ പ്രിക്കോഷൻസ് എടുക്കാതെ ഒബ്സർവ് ചെയ്യുമ്പോഴും ഈ തരത്തിലുള്ള പേഴ്സണൽ എറേഴ്സ് ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിക്കാം. എന്താ പറഞ്ഞത്? ദീസ് എറേഴ്സ് പേഴ്സണൽ എറേഴ്സ് ആണ്. ദീസ് എറേഴ്സ് arise due to an individual's bias, lack of proper setting of the apparatus, or individual's carelessness in taking observations without observing proper precautions, etc. ഇൻഡിവിജ്വലിന്റെ കാരണം ഉണ്ടാകുന്ന ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പേഴ്സണൽ എറേഴ്സ്. ഇത് സിസ്റ്റമാറ്റിക് എററുകളുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ്. ഇനി പേഴ്സണൽ എറേഴ്സിന്റെ ഉദാഹരണമാണ് പാരലാക്സ് എററായി പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാരലാക്സ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു വസ്തു നിങ്ങൾ ഒരു വശത്ത് നോക്കുമ്പോൾ ഇങ്ങോട്ട് മാറുന്നു, മറ്റേ വശത്ത് നോക്കുമ്പോൾ ഇങ്ങോട്ട് മാറുന്നു. അപ്പൊ നിങ്ങളോട് ടീച്ചർ ചിലപ്പോൾ പറയും, ഇപ്പൊ ലാബിൽ കയറിയിട്ട് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മെഷർമെന്റ് എങ്കിൽ സ്കെയിലോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് വെച്ചിട്ട് നമ്മൾ നേരെ നോക്കണം. ഓക്കെ, പെർപെൻഡിക്കുലർ ആയി നമ്മൾ നേരെ നോക്കണം. വശങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ മാറുകയും വശങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വ്യത്യാസപ്പെട്ടതായി കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ നേരെ നോക്കുമ്പോൾ കറക്റ്റ് റീഡിംഗ് കിട്ടും. അപ്പൊ അതാണ് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. പാരലാക്സ് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്, അതൊക്കെ ഓർമ്മയിൽ വരിക. അപ്പൊ സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ 3 കാറ്റഗറിയാണ് നമ്മൾ സംസാരിച്ചത്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം? എക്സ്പെരിമെന്റൽ ടെക്നിക് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ നല്ല ഇൻസ്ട്രുമെന്റുകൾ സെലക്ട് ചെയ്യാം, സെലക്ടിങ് ബെറ്റർ ഇൻസ്ട്രുമെന്റ്സ്. അതുപോലെ പേഴ്സണൽ ബയാസ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിപ്പോ എന്താണ് ഈ കെയർലെസ്നെസ് കുറയ്ക്കാനോ ഇൻഡിവിജ്വൽസ് ബയാസ് മാറ്റി അപ്പാരറ്റസ് പ്രോപ്പറായി സെറ്റ് ചെയ്ത് പ്രിക്കോഷൻസ് ഒക്കെ നേരെ രീതിയിൽ എടുത്ത് പേഴ്സണൽ ബയാസ് കുറച്ചുകൊണ്ട് പേഴ്സണൽ എറേഴ്സ് കുറച്ചുകൊണ്ടും സിസ്റ്റമാറ്റിക് എറേഴ്സ് കുറയ്ക്കാം. ഓക്കെ, അങ്ങനെയുള്ള ചിലപ്പോ എന്താണ് അതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, തിയററ്റിക്കലായി ഇങ്ങനെ ചോദിക്കാം, ഹൗ ക്യാൻ യു മിനിമൈസ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണെന്ന് അറിയണം. സിസ്റ്റമാറ്റിക് എറേഴ്സ് ഏതൊക്കെ രീതിയിലാണുള്ളത് അത് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയായിരുന്നു? ഇൻസ്ട്രുമെന്റൽ എററുകൾ, അതുപോലെ ഇംപെർഫെക്ഷൻ ഇൻ ദ എക്സ്പെരിമെന്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ, പിന്നെന്തൊക്കെയാണ്? പേഴ്സണൽ എറേഴ്സ്. ഇത് മൂന്നിനെ മിനിമൈസ് ചെയ്താൽ സിസ്റ്റമാറ്റിക് എററുകൾ കുറയ്ക്കാം. ഈ 3 കാര്യങ്ങളിലും 3 സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുമ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എങ്ങനെ മിനിമൈസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഈ സെന്റൻസ് ഒന്ന് വായിക്കുക. എന്താണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഇംപ്രൂവിംഗ് എക്സ്പെരിമെന്റൽ ടെക്നിക്സ്, സെലക്ടിംഗ് ബെറ്റർ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിമൂവിംഗ് പേഴ്സണൽ ബയാസ് ആസ് ഫാർ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് എറേഴ്സിലേക്ക് പോകുന്നു. എറേഴ്സിന്റെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ രീതിയിലായിരുന്നു?
സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്നും റാൻഡം എറേഴ്സ് എന്നും. സിസ്റ്റമാറ്റിക് എറേഴ്സിൽ 3 വെറൈറ്റി നമ്മൾ പഠിച്ചു. അടുത്തതായി പോകുന്നു രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക്, റാൻഡം എറേഴ്സ്. സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? വളരെ അടുക്കും ചിട്ടയോടുകൂടി പോകുന്നു. എന്നാൽ റാൻഡം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ അടുക്കും ചിട്ടയൊന്നുമില്ല, തോന്നിയ മാതിരിയാണ്. അപ്പോൾ ആ രീതിയിൽ സംഭവിക്കുന്ന എറേഴ്സ് ആണ് റാൻഡം എറേഴ്സ്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് വായിക്കൂ റാൻഡം എറേഴ്സിന്റെ ഡെഫിനിഷൻ. ദി എറേഴ്സ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ റാൻഡം മാനർ ആർ കാൾഡ് റാൻഡം എറേഴ്സ്. ഓക്കെ, റാൻഡം രീതിയിൽ സംഭവിക്കുന്ന എററുകളെയാണ് നിങ്ങൾ റാൻഡം എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡം എറേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ. ദ റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ഓഫ് എ ക്വാണ്ടിറ്റി ഗിവ് വാല്യൂസ് വിച്ച് ആർ സ്ലൈറ്റ്ലി ഡിഫറന്റ് ഫ്രം ഈച്ച് അതർ. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ റിപ്പീറ്റഡ് ആയി ഇങ്ങനെ മെഷർ ചെയ്യുകയാണ്. ആദ്യം മെഷർ ചെയ്തു, രണ്ടാമത് ചെയ്തു, മൂന്നാമത്, നാലാമത്, അങ്ങനെ ഒരുപാട് സമയം ചെയ്യുമ്പോൾ ഓരോ മെഷർമെന്റ് ശ്രദ്ധിച്ചാലും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ 3.4, അടുത്തത് 3.6, 3.5, 3.6 പിന്നെയും. അപ്പൊ വളരെ സ്ലൈറ്റ് ആയ വ്യത്യാസം ഓരോന്നിലും ഉണ്ടായിരിക്കും. അപ്പൊ റിപ്പീറ്റഡ് മെഷർമെന്റിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എററുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇങ്ങനെയുള്ള എററുകൾക്ക് ഒരു സെറ്റ് പാറ്റേൺ ഒന്നുമില്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ കൂടി പോവുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ സെറ്റ് പാറ്റേൺ ഒന്നുമില്ല. തോന്നും ചിലപ്പോ ഇപ്പൊ 3.6 കിട്ടി, തൊട്ടടുത്തതിൽ ചിലപ്പോ 3.1 കിട്ടാം, തൊട്ടടുത്ത റീഡിംഗ് 3.8 കിട്ടാം. അപ്പൊ അങ്ങനെയുള്ള സെറ്റ് പാറ്റേൺ ഒന്നും ഇല്ലാതെ റാൻഡമായി എന്ത് ചെയ്തിരിക്കുകയാണ്, എററുകൾ വരികയാണ്. അങ്ങനെ വരുന്ന എററുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് റാൻഡം എറേഴ്സ്. ഓക്കെ, റാൻഡം എറേഴ്സ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് മൂന്നാമത്തെ പോയിന്റ്. ദീസ് എറേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ എറർ ഇൻ ദ മെഷറിംഗ് പ്രോസസ് ആൻഡ് ഓൾസോ ദ ഇൻഡിവിജ്വൽ മെഷറിംഗ് പേഴ്സൺ. അപ്പോൾ മെഷറിംഗ് പ്രോസസ്സിലെ എറർ കൊണ്ട് ഉണ്ടാവാം, ആരാണോ മെഷർ ചെയ്യുന്ന ആ ഇൻഡിവിജ്വലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ഓക്കെ, അതാണ് റാൻഡം എററുകളുടെ പ്രത്യേകത. ലാസ്റ്റ് പോയിന്റും കൂടി ഒന്ന് വായിക്കുക. എന്താണ് റാൻഡം എറേഴ്സ് എറൈസ് ചെയ്യുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഒന്ന് വായിക്കാം നമുക്ക്, നിങ്ങളും കൂടി വായിക്കൂ. ദീസ് ക്യാൻ എറൈസ് ഡ്യൂ ടു റാൻഡം ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ്. നമുക്കിപ്പോ ഒരു കണ്ടീഷനിൽ നമ്മളിപ്പോ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വോൾട്ടേജ് സപ്ലൈ ഉപയോഗിക്കുന്ന, കറണ്ട് സപ്ലൈ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ പെട്ടെന്ന് കറണ്ട് സപ്ലൈ നിൽക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ അതിലുള്ള നിൽക്കുന്നു എന്നല്ല, വോൾട്ടേജ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. വോൾട്ടേജ് ഇപ്പോൾ ഒരു നിശ്ചിത വോൾട്ടേജിൽ സംഭവിക്കേണ്ട എക്സ്പെരിമെന്റ് ചിലപ്പോൾ വോൾട്ടേജിന്റെ വ്യത്യാസം കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയ ഫ്ലക്ച്വേഷനുകൾ, റാൻഡം ഫ്ലക്ച്വേഷനുകൾ, വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ എക്സ്പെരിമെന്റിനെ അഫക്ട് ചെയ്യും. അത് എററുകൾക്ക് കാരണമാകും. അങ്ങനെ ഉണ്ടാകുന്ന എററുകളാണ് റാൻഡം എറേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. എന്തൊക്കെ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന അൺപ്രഡിക്റ്റബിൾ ആയ ഫ്ലക്ച്വേഷൻസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ടെമ്പറേച്ചർ മാറുമ്പോഴുള്ള വ്യത്യാസം കൊണ്ടുണ്ടാവാം, വളരെ പെട്ടെന്ന് മാറി നിൽക്കും. വോൾട്ടേജ് സപ്ലൈയിലെ ഫ്ലക്ച്വേഷൻ കൊണ്ടുണ്ടാവാം, എക്സ്പെരിമെന്റൽ സെറ്റപ്പുകളുടെ മെക്കാനിക്കൽ വൈബ്രേഷൻ കൊണ്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ പേഴ്സണൽ എററുകൾ കൊണ്ടുണ്ടാകാം, ഒബ്സർവർ റീഡിംഗ് എടുക്കുമ്പോൾ ഉള്ള പേഴ്സണൽ എറർ കൊണ്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് റാൻഡവും അൺപ്രഡിക്റ്റബിളുമായ ഫ്ലക്ച്വേഷൻസ് എക്സ്പെരിമെന്റൽ കണ്ടീഷനുകളിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എററുകളാണ് എന്ത്? റാൻഡം എറേഴ്സ്. ഓക്കെ, അപ്പൊ റാൻഡം എറേഴ്സ് എന്നുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുകയാണ്. റാൻഡം മാനറിൽ ഉണ്ടാകുന്ന എററുകളാണ് റാൻഡം എറേഴ്സ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.